നമസ്കാരം. ബയോ ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിളിന്റെ സെക്കൻഡ് വീഡിയോ ആണത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ മൈറ്റോസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. അതിന്റെ കുറച്ച് റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സീക്വൻഷ്യൽ ആയിട്ട് തന്നെ ഈ വീഡിയോസ് വാച്ച് ചെയ്താലേ നമുക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് നിങ്ങൾക്ക് ഇത് എത്തിക്കാം. നമ്മൾ മൈറ്റോസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതുകൊണ്ട് മിയോസിസ് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മിയോസിസ് ഈസ് ദി റിഡക്ഷൻ പ്രോസസ്. ഓക്കെ, ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ നിന്നും നമുക്ക് ഒരു ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ആണ് നമുക്ക് മിയോസിസ് ത്രൂ കിട്ടുന്നത്. ഈ ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ആണ് എസ്പെഷ്യലി ഈ ഒരു മിയോസിസ് പ്രോസസ്സിൽ പോകുന്നത്. വൈ? ബിക്കോസ് എന്താണ് പറയാ, പാറ്റേണൽ ആൻഡ് മെറ്റേണൽ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു 2N അല്ലെങ്കിൽ ഒരു ഹാപ്ലോയിഡ് പ്രോജനി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഗാമേറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, meiosis ensures production of a haploid phase in the life cycle and fertilization ensures a diploid phase. During meiosis, the 4 chromatids of a pair of replicated homologous chromosomes are distributed among 4 daughter nuclei. Meiosis accomplishes this feat by incorporating 2 sequential divisions without an intervening round of DNA replication. Okay, ഇതിന്റെ ഇടയിൽ DNA replication വരുന്നില്ല എന്നേ ഉള്ളൂ. മൈറ്റോസിസിന്റെ സെയിം സ്റ്റെപ്സ് തന്നെയാണ്, ബട്ട് 2 times it is repeating. ഓക്കെ, നമുക്ക് അതിന്റെ സ്റ്റെപ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫേസ് 1, പ്രൊഫേസ് 2, അതായത് മിയോസിസിലെ നമ്പറിംഗ് വെച്ചിരിക്കുന്നത് മിയോസിസ് 1, മിയോസിസ് 2 ആണ്. മിയോസിസ് 1 വരുന്ന സ്റ്റെപ്സിനെയൊക്കെ 1 പ്രൊഫേസ് 1 എന്നും അങ്ങനെയാണ് നമ്പറിംഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദി ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഈച്ച് ക്രോമസോം കണ്ടെയ്നിങ്, ഇതാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലെ. ഇത് നമ്മുടെ ക്രോമസോം ആണ്, ഹോമോലോഗസ്. എന്താണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്രോമസോംസിൽ നമുക്ക് പാറ്റേണലും മെറ്റേണലും ക്രോമസോംസ് കിട്ടും അല്ലെ. ബട്ട് ഇത് ക്രോമസോം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്ങിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ക്രോമസോം 1 ആണ്. ഓക്കെ, ദിസ് ഈസ് ഹ്യൂമൻ ക്രോമസോം 1. നമുക്ക് 2 copies ഓഫ് ക്രോമസോം ഇതിലുണ്ടാവും, ബിക്കോസ് 1 is coming from maternal and 1 is coming from paternal. ഓക്കെ, ഇതാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇനി ഈ ഹോമോലോഗസ് ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്തു എസ് ഫേസിൽ. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഹോമോലോഗസ് ക്രോമസോംസിന്റെ റെപ്ലിക്കേറ്റഡ് ആയിട്ട് കിട്ടി. ആക്ച്വലി ഇത് രണ്ടും ക്രോമസോം 1 തന്നെയാണ്, ഇതിനെ നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സും ഇതിനെയും നമ്മൾ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ക്രോമസോം, അതായത് മെറ്റേണൽ ക്രോമസോമിന്റെയും പാറ്റേണൽ ക്രോമസോമിന്റെയും ഒരു റീകോമ്പിനേഷൻ മിയോസിസിൽ നടക്കുന്നുണ്ട്. ഓക്കെ, പ്രോഫേസ് 1 എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈച്ച് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലെങ്കിൽ ഈച്ച് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഒരുമിച്ച് തന്നെ ഇരിക്കും. ഹോമോലോഗസ് ക്രോമസോംസ് ആണ് സെപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, ദേ വിൽ പെയർ ഈച്ച് അതർ. ഓക്കെ, ദെൻ വന്നിട്ട് മെറ്റാഫേസ് 1, അതായത് അവിടെ ഒരു റീകോമ്പിനേഷൻ നടക്കും. എന്നിട്ട് മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്യുന്ന സെയിം പ്രോസസ്സ്, സെയിം മൈക്രോട്യൂബ്യൂൾ അലൈൻമെന്റും കൈനറ്റോകോർ അസംബ്ലിയും എല്ലാം സെയിം തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ ഹോമോലോഗസ് ക്രോമസോംസ് ആണ് മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് അലൈൻ ചെയ്യുന്നത്. അനാഫേസ് 1 വന്നിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് ആണ് സെപ്പറേറ്റഡ് ആവുന്നത്. ഓക്കെ, അനാഫേസ് 1 ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റഡ് ആയി. എന്നിട്ട് ടെലോഫേസ് വഴി സെൽ ഡിവിഷൻ, സൈറ്റോകൈനസിസ് നടക്കും. ഓക്കെ, ഇനി വരുന്നത് പ്രോഫേസ് 2 ആണ്. പ്രോഫേസ് 2 എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പ്രോഫേസ് 2 എന്താ പറയാ, അലൈൻമെന്റ് എല്ലാം നടക്കും. സെയിം കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾ അസംബ്ലി എല്ലാം നടക്കും. മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്യും.
എന്നിട്ട് അനാഫേസ് 2-ലാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 4 ഹാപ്ലോയിഡ് സെൽസ് കിട്ടും. ഇതാണ് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ആക്ച്വലി. ഓക്കെ, ദെൻ നമുക്ക് ഓരോ സ്റ്റെപ്പും ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. പ്രോഫേസ് 1. In the first meiotic division, each chromosome is separated from its homologue. As a result, each daughter cell contains only one number of each pair of homologous chromosomes. For this to occur, homologous chromosomes are paired during prophase of the first meiotic division by an elaborate process. Okay, ഈ ഒരു പ്രോഫേസ് മിയോസിസിൽ മാത്രമേ ഉള്ളൂ, മൈറ്റോസിസിൽ ഇല്ല. Prophase of the first meiotic division is typically lengthened in extraordinary fashion when compared to mitotic prophase. Okay, എന്താണ് അത്ര ലെങ്ത് പ്രോസസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് ഈസ് ലെപ്റ്റോട്ടിൻ, during which the chromosomes become visible in light microscope. The second stage of prophase 1 is called zygotin. It is marked by the visible association of homologues with one another. This process of chromosome pairing is called synapses. Okay, synapses, synaptonomal complex എന്ന് പറയും. അതായത് ഇതിനെയാണ് സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. ഇത് വന്നിട്ട് പാറ്റേണലും ഇത് മെറ്റേണലും ആണെന്നുണ്ടെങ്കിൽ ഇത് റെപ്ലിക്കേറ്റഡ് ആണ്, ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റീകോമ്പിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് they will stick together. ഇതിനെയാണ് സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. Okay, that is in zygotin stage, synapses. Homologous regions of DNA from homologous chromosomes are already associated with one another during leptotin. Chromosome compaction and synapses during zygotin simply make its arrangement visible under the microscope. Under the microscope, we can see the synapses. Okay, then prophase 1, the complex formed by a pair of synapse to homologous chromosome is called a bivalent or a tetrad. Okay, bivalent or a tetrad. ഇതിനെയാണ് നമ്മൾ ബൈവാലന്റ് ഓർ ടെട്രാഡ് എന്ന് പറയുന്നത്. Okay, the end of synapses marks the end of zygotin and the beginning of the next stage of prophase 1 called packaging, which is characterized by a fully formed synaptonomal complex. Okay, packaging stage-ൽ എന്താണ് ഈ കണ്ടോ, ഈ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് അതായത് സിനാപ്റ്റിനോമൽ കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു റീകോമ്പിനേഷൻ നോഡ്യൂൾ ഉണ്ട്. അതായത് ഇവിടെയും എന്താണ്, കണ്ടൻസിൻ കൊഹെസിൻസ് ഒക്കെ ഈ ഒരു ക്രോമസോംസിലും ഇൻവോൾവ് ആണ്. കണ്ടൻസേഷൻ ത്രൂ കണ്ടൻസിൻ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു എന്താണ് പറയാ, ഒരു റീകോമ്പിനേഷൻ നോഡ്യൂൾ ഫോം ചെയ്യും. ത്രൂ ദിസ് റീകോമ്പിനേഷൻ നോഡ്യൂൾ ആണ് എന്താണ് ഇവിടെ ഹോമോലോഗസ് ക്രോമസോംസ് റീകോമ്പിനേഷൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇൻ പാക്കറ്റിൻ സ്റ്റേജ്. ഓക്കെ, see the beginning of diplotin, the next stage of meiosis, prophase 1, is recognized by the dissolution of SC, which leaves the chromosome attached to one another at specific point by X-shaped structure termed chiasmata. Okay, see ഇതാണ് chiasmata formation. അതായത് ഇത് നമ്മുടെ ഡബിൾ സ്ട്രാൻഡ് DNA ആണ്, ഹോമോലോഗസ് DNA ആണ്. ഇത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു എന്താ പറയാ ഹോമോലോഗസ് റീകോമ്പിനേഷൻ നടക്കും. ഈ ഫോർമേഷനെയാണ് നമ്മൾ കയാസ്മാറ്റ എന്ന് പറയുന്നത്. Chiasmata are located at sites on the chromosomes where crossing over between DNA molecules from the two chromosomes are previously occurred. Okay, during the final stage of meiotic prophase 1 called diakinesis, the meiotic spindle is appeared and the chromosomes are prepared for separation. Okay, ഇത്രയാണ് പ്രോഫേസിൽ നടക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് diakinesis. Diakinesis ends with the disappearance of the nucleolus.
The breakdown of the nuclear envelope same as mitosis in the prophase pole thanneyaanu baaki ella കാര്യങ്ങളും നടക്കുന്നത്. Tetrads ആണെന്ന് മാത്രം, and they will align in metaphase plate. So ആ microtubule assembly, microtubule dynamics എല്ലാം തന്നെ same ആണ് മാത്രം. Okay, synaptonormal complex കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും? Recombination നടന്നു. Okay, ഇത്രയാണ് prophase 1 ല് നടക്കുന്നത്. Okay, in vertebrate oocytes, these events are triggered by an increase in the level of protein kinase activity of MPF, maturation promoting factor എന്നാണ് പറയുന്നത്. ഈ ഒരു ഫേസിൽ ഇപ്പൊ പ്രൊഫേസ് 1 പറഞ്ഞില്ലേ, ഇത് ഹ്യൂമൻ ഫീമെയിൽ ഫോർ എക്സാമ്പിൾ oocytes initiate prophase 1 of meiosis prior to birth and then enter a period of prolonged arrest. Okay, ഇപ്പൊ ഫീമെയിൽ oocytesന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബൈ ബിഫോർ ബർത്ത് ഇറ്റ് സെൽഫ് എന്ത് ചെയ്യും? മിയോസിസ് 1 അറസ്റ്റ് ഉണ്ടാവും. മിയോസിസ് 1 അറസ്റ്റ് ചെയ്ത്, അതായത് പ്രോഫേസ് 1 അറസ്റ്റ് ചെയ്തിട്ട് ഇരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് oocytes resume meiosis just prior to the time they are ovulated. അപ്പോൾ ഓവുലേഷന് മുന്നെയാണ് മിയോസിസ് റിസ്യൂം ചെയ്യുന്നത്. ഓക്കെ, many human oocytes remain arrested in the same approximate stage of prophase for several decades. Okay, so ഈ ഒരു prophase 1 സെൽ അറസ്റ്റ് ചെയ്തിട്ട് they will wait, അതായത് ഓരോ എന്താ പറയാ 28 ഡേയ്സിലും ഓവുലേഷൻ നടക്കുമ്പോഴാണ് മിയോസിസ് വീണ്ടും പ്രോഗ്രസ് ചെയ്യുന്നത്. Okay, so it is controlled by maturation promoting factor. മെറ്റാഫേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം മൈറ്റോസിസിലുള്ള പോലെ തന്നെ മെറ്റാഫേസിൽ അലൈൻ ചെയ്യും. ഹോമോലോഗസ് പെയർസ് ഓഫ് ക്രോമസോംസ് ലൈൻ അപ്പ് അലോങ് ദി മെറ്റാഫേസ് പ്ലേറ്റ്. ഓക്കെ, ടെട്രായിഡ്സ് ഇവിടെ അലൈൻ ചെയ്യും എന്ന് മാത്രം. ഓക്കെ, മെറ്റാഫേസ് 1 നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഹെസിൻ കണ്ടൻസിന്റെ ഒക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോഹെസിൻ അറ്റാച്ച് ചെയ്യും. ഇവിടെ കൈനറ്റോകോർ അസംബ്ലി എല്ലാം നടക്കും. ഇവിടെയാണ് കൈനറ്റോകോർ മൈക്രോട്യൂബിൾ അസംബ്ലി എല്ലാം നടക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് ആണ് റീകോമ്പിനേഷൻ വരുന്നത് മെറ്റാഫേസിൽ. ഓക്കെ, മെറ്റാഫേസ് 1 ഇങ്ങനെയാണ് ഉണ്ടാവുക. മെറ്റാഫേസ് 2 ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ ഇടയിൽ മാത്രമേ കൊഹെസിൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ കൈനറ്റോകോർ അസംബ്ലി വരും. സെയിം ആക്ടിവിറ്റി ആണ് നടക്കുന്നത്. അനാഫേസ് 1 ഇവിടെ ഹോമോലോഗസ് ക്രോമസോംസ് ആണ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. അനാഫേസ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവണം, കാരണം ക്വസ്റ്റ്യൻസിൽ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ട്രൂ ഓർ ഫോൾസിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, മെറ്റാഫേസ് 1, മെറ്റാഫേസ് 2, അനാഫേസ് 1, അനാഫേസ് 2 എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. As they are paired, homologous chromosomes engage in a process of genetic recombination that produces chromosome with new combinations of maternal and paternal alleles. Anaphase 1, pair of homologous chromosomes separate, sister chromatids remain attached. Okay, sister chromatids ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, homologous chromosomes സെപ്പറേറ്റ് ചെയ്യും. Okay, telophase 1 and cytokinesis. Each half of the cell has a diploid set of chromosomes. Each chromosome still consists of 2 sister chromatids. Okay, telophase 1 and cytokinesis എന്ത് ചെയ്യും? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അപ്പോഴും അറ്റാച്ച്ഡ് ആയിരിക്കും. ഹോമോലോഗസ് ക്രോമസോംസ് ആണ് രണ്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് പോയിരിക്കുന്നത്. അനിമൽ സെൽസിൽ ക്ലീവേജ് ഫറോ വരും, പ്ലാന്റ് സെൽസിൽ സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം തന്നെയാണ്. ഇനി വരുന്നത് എന്താണ്? പ്രോഫേസ് 2 ആണ്. ഓക്കെ, ഇൻ പ്രോഫേസ് 2 സ്പിൻഡിൽ അപ്പാരറ്റസ് ഫോം ഇൻ, അതായത് പ്രോഫേസ് 2 എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു അലൈൻമെന്റ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ഈ ഒരു ഓപ്പോസിറ്റ് പോളിലേക്കാണ് അതായത് പ്രോഫേസ് 1 അല്ലെങ്കിൽ അനഫേസിൽ പ്രോഗ്രഷൻ ഉണ്ടായതെന്നുണ്ടെങ്കിൽ മിയോസിസ് 2 ആവുന്ന സമയത്ത് അതിന്റെ സെഗ്രിഗേഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് ആവും. അതായത് ഇങ്ങനെയായിരിക്കും സെഗ്രിഗേഷൻ ഉണ്ടാവുക, അതായത് പോള് ചേഞ്ച് ചെയ്യും എന്നർത്ഥം. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആർ അറ്റ് മെറ്റാഫേസ് പ്ലേറ്റ്. ഓക്കെ, because of crossing over, the 2 sister chromatids of each chromosomes are no longer genetically identical. Okay, in non-sister chromatids, sister chromatids genetically identical alla because of this recombination. Okay, the kinetochores of sister chromatids attached to microtubule extending from opposite poles. adellam same thaneyana, പക്ഷേ ഇവിടെ എന്താണ്? polarity different ആണ്. Anaphase 2, at anaphase 2 sister chromatids separate.
telophase 2 and cytokinesis. In telophase 2, the chromosomes arrive at opposite poles, nuclei form and the chromosomes begin decondensing. Okay, same thanneyaanu. Cytokinesis separate the cytoplasm. Formed 4 daughter cells are genetically distinct from the other and parent cells. ഇതാണ് അതിന്റെ മെയിൻ പോയിന്റ് മിയോസിസ്. മൈറ്റോസിസിൽ നമ്മൾ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? മൈറ്റോസിസിൽ പാരന്റ് സെല്ലിന്റെ ഐഡന്റിക്കൽ കോപ്പീസ് ആയിരുന്നു ഡോട്ടർ സെൽസ് അല്ലെ. ഈവൺ ഇപ്പൊ ഇതൊരു ഡോട്ടർ സെൽ ഇതൊരു ഡോട്ടർ സെൽ ആണെങ്കിലും ദേ ആർ ഈച്ച് അതർ ദേ ആർ സെയിം അല്ലെ. പക്ഷെ മിയോസിസിന്റെ കേസിൽ എന്താണ്? പാരന്റ് സെല്ലിനേക്കാളും ഡിസ്റ്റിങ്ക്റ്റ് ആണ് ആൻഡ് ഓൾസോ they are distinct from each other. Okay, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 4 സെല്ലും ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇതാണ് മിയോസിസിന്റെ പ്രത്യേകത. മൈറ്റോസിസും മിയോസിസിന്റെയും ഡിഫറൻസ് പറയുമ്പോൾ ഒരു മേജർ പോയിന്റ് ഇതാണ്. ചില സമയത്ത് ഈ മൈറ്റോസിസ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് അഗെയിൻ എന്ത് എം ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. G1 S അങ്ങനെ പോകേണ്ടതാണ്. ഓക്കെ, ചില സമയത്ത് ആഫ്റ്റർ എം ഫേസ് ചില സെൽസ് G0 എന്നുള്ള ഒരു ഫേസ് ഓപ്റ്റ് ചെയ്യും. G0 G1ലേക്ക് പോകുന്നതിന് മുന്നേ G0ലേക്ക് പോകും. എന്താണ് G0 ഫേസ് എന്നുള്ളത് നോക്കാം. In multicellular organisms, most differentiated cells exit the cell cycle and survive for days, weeks, or in some cases, even the lifetime of the organism without dividing again. Example ഏതൊക്കെയാണ്? നെർവ് സെൽസും ഐ ലെൻസും എന്താണ്? അവര് മൈറ്റോസിസ് ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they will be in G0 phase. Okay. Such post-meiotic cells generally exit the cell cycle in G1, entering a phase called G0. Some G0 cells can return to cell cycle and resume replicating. This re-entry is regulated, thereby providing control of cell proliferation. Okay. എല്ലാ സെൽസും എപ്പോഴും ഡിവൈഡ് ചെയ്യുകയില്ല അല്ലെ. എസ്പെഷ്യലി നെർവ് സെൽസും ഐലൻസും ഒക്കെ എന്ത് ചെയ്യും? ആഫ്റ്റർ സർട്ടൻ മൈറ്റോട്ടിക് ഡിവിഷൻ ദേ വിൽ ഓപ്റ്റ് ഫോർ G0 ഫേസ്. G0 ഫേസിൽ അവർ അങ്ങനെ തന്നെ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഇൻഡക്ഷൻ കിട്ടാതെ അവര് അടുത്ത അതായത് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ എസ് ഫേസിലേക്കോ G1 ഫേസിലേക്കോ അവര് മൂവ് ചെയ്യില്ല. ഓക്കെ, സോ സം സെൽസ് ആർ റിട്ടൈൻ ഇൻ G0 ഫേസ്. ഇത്രയാണ് മിയോസിസിന് പറയാനുള്ളത്. മൈറ്റോസിസ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിയോസിസ് സെയിം പ്രോസസ്സ് തന്നെയാണ്. അതിൽ റിഡക്ഷൻ ഡിവിഷൻ എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ഓൾസോ ദ ഡോട്ടർ സെൽസ് ഹാപ്ലോയിഡ് ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഈച്ച് അതർ അവര് 4 സെല്ലും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, പാരന്റ്സിനേക്കാളും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് റീകോമ്പിനേഷൻ. ഇത്രയാണ് മിയോസിസിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് CDK സൈക്ലിംഗ് റെഗുലേഷനും ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഈച്ച് സൈക്കിൾ അല്ലെങ്കിൽ ഈച്ച് സ്റ്റെപ്പ് ഹൗ ഇറ്റ്സ് ഗെറ്റ് റെഗുലേറ്റഡ് എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത്. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ്. മാക്സിമം നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇത് എത്തുക. സീക്വൻഷ്യൽ ആയിട്ട് തന്നെ ഈ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ വാട്സ്ആപ്പ് ടു ദിസ് നമ്പർ or you can email to this mail ID. Thank you once again.